ഹായ് എവ്രിവൺ, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗൊന്നും അല്ല കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബനാനാസും ബ്ലൂബെറീസും വെച്ചിട്ട് ഓട്സ് വെച്ചിട്ട് ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബനാന ഓട്സ് ബ്ലൂബെറി കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ബ്ലൂബെറീസ് എടുക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം മിനിമം വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഉപ്പിട്ടിട്ടാണ് വാഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് അങ്ങനെ എടുക്കലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഓട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈദയല്ല, ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്സ് ഞാൻ ആദ്യം മിക്സിയിൽ ബ്ലെൻഡറിലിട്ടിട്ട് ഒരു 2 കപ്പ് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പിനുള്ള ഓട്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പഴം വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിസ്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ട് അതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പഴം കഴിക്കലൊക്കെ കുറവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ അതിലേക്ക് ബ്ലൂബെറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴം ഉള്ളത് കൊണ്ട് തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ 1/2 കപ്പ് മതിയാവും കേട്ടോ. പിന്നെ 2 മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 കപ്പ് ഓട്സ് ആണ് വേണ്ടത്. 2 കപ്പ് ഓട്സ് പൊടിച്ചത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് ടിൻ ഇങ്ങനെ ഗ്രീസ് ചെയ്യണം എന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഇതിൽ കൊള്ളും. അപ്പോൾ 2 കപ്പ് ഓട്സ് പൊടിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 15 to 20 മിനിറ്റ് ഡിപ്പെൻസ് നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 20 to 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. കേക്ക് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ചൂടാറുന്നതിന് മുൻപാണ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല കേട്ടോ, ചൂടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പീസായിട്ട് കിട്ടും. ഇതിപ്പോൾ കേക്കിൽ നിന്ന് ആവി പറക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്ര ചൂടിനെ നമ്മൾ കട്ട് ചെയ്യരുത് കേട്ടോ. ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതൊരു കണ്ടെയ്നറിൽ ഇട്ട് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടാനായിട്ട് ഈസിയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിനെക്കാട്ടിലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി വേർഷൻ ആകുമ്പം കുട്ടികൾക്കും നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നത് കുക്കീസാണ്. വീറ്റ് വെച്ചിട്ട് നമ്മുടെ ആട്ടപ്പൊടി വെച്ചിട്ടുള്ളൊരു കുക്കീസാണ്. അപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്കൊരു 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ റെസിപ്പി കൊടുത്തേക്കാം കേട്ടോ. ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും റെസിപ്പി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. നമ്മൾ ശരിക്കും മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് ബാറ്റർ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് അത് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കുക്കീസും ഏതാണ്ട് സെയിം ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ എടുക്കുമ്പോൾ പല പല ഷേപ്പായി പോവില്ലേ. അപ്പോൾ ഒരു സ്പൂൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാ കുക്കീസും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും. കയ്യിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടറോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രോബ്ലം ഉണ്ടാവില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 ചോക്ലേറ്റ് ചങ്ക്സും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ചോക്ലേറ്റ് ചിപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി ആയപ്പോഴത്തേക്ക് അതിനോട്ടി വന്നിട്ട് അവൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോള് തന്നെയാണ് ചോക്ലേറ്റ് ചിപ്സൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ മോസ്റ്റ്ലി ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കിച്ചണിൽ ഞാൻ എന്തെങ്കിലും സിനിമ പ്ലേ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറച്ച് ആക്റ്റീവാണ്. ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മൈദ ചേർത്തിട്ടില്ല, കംപ്ലീറ്റ് ആട്ടപ്പൊടി കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നാലും നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല, ചീത്തയൊന്നും ആവില്ല. നമ്മൾ ഇവന്തോ ഇതിലിപ്പം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇരുന്നോളും, ഒരാഴ്ചയൊക്കെ എന്തായാലും ഇരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും ഈസിയാണ്. ഇങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തുവിടുന്നതിലും ഇപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതാവുമ്പം ഹെൽത്തി അല്ലേ, അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുക്കീസ് 1-2 പേര് റെസിപ്പി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഉടനെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഈ പഫ് പേസ്ട്രി വെച്ചിട്ട് ഒരു ക്രോസൻ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ന്യൂട്ടെല്ല യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വീറ്റിൻ്റെ പഫ് പേസ്ട്രിയാണ് മേടിച്ചിട്ടുള്ളത്. നോർമലി ഞാൻ പഫ്സൊക്കെ ഉണ്ടാക്കുമ്പം സ്വീറ്റ്സിൻ്റെ പഫ് ഷീറ്റ്സാണ് എടുക്കുന്നത്. ഇതിപ്പോൾ വീറ്റിൻ്റെ മാത്രം പഫ് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു റോളർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഷീറ്റ് നമുക്ക് 4 ആക്കിയിട്ട് കട്ട് ചെയ്യാം. കുഞ്ഞ് ക്രോസൻ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വലിയ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ വലിയ ക്രോസൻ്റ് അല്ല, കുഞ്ഞിതാണ്. അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ന്യൂട്ടെല്ലയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇവിടെ മോക്കൊക്കെ ഇഷ്ടം ന്യൂട്ടെല്ലയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ന്യൂട്ടെല്ലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ന്യൂട്ടെല്ലയ്ക്ക് പകരം എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ചിപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാനും മതി, ന്യൂട്ടെല്ല ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഡയറി മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് ആ ന്യൂട്ടെല്ല ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഒരു ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു ട്രയാങ്കിളിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലതും പല ഷേപ്പാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു സാധനം സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് വയ്ക്കാനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിലും എഗ്ഗും ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗ് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ ഒരു ഗ്ലേസിങ്ങും നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 to 20 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും നമ്മുടെ ക്രസൻറ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതും നമുക്ക് കുറച്ച് ദിവസം വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. 1 വീക്കൊക്കെ ഇരിക്കും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഞാൻ മോക്ക് ഇത് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാറുണ്ട് കേട്ടോ.
അപ്പോൾ അടുത്തതായിട്ട് ബണ്ണാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വീറ്റ് വെച്ചിട്ട് ഒരു ബണ്ണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ പഞ്ചസാരയും 1/2 കപ്പ് ഈസ്റ്റും ഇട്ടിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മൈദയും. അപ്പോൾ ടോട്ടൽ 2 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയും, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, പഞ്ചസാര ഒരു 1/2 ടേബിൾ സ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഓൾറെഡി ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഡോയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളത്തിന് പകരം പാൽ വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബട്ടർ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും ബട്ടർ എടുത്തിട്ട് അത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ബട്ടർ അതിലേക്ക് മാവിലേക്ക് നന്നായിട്ട് എല്ലായിടത്തും വരത്തക്ക വിധം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു എന്താ പറയുക, കുറേ നേരം ഒരു 5-10 മിനിറ്റോളം നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ട് ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു 2:30 ആയപ്പോഴാണ് കുഴച്ച് വെക്കുന്നത്. എന്നിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വലിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ടത് ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടിയും നന്നായിട്ട് കുഴച്ച് എടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതൊരു ഡോ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഓരോ ബോൾസ് ആക്കി എടുത്ത് അങ്ങനെ ആക്കി എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാനിപ്പം ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ എഗ് വാഷ് ചെയ്യണം. ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരു 180 ഡിഗ്രിയിൽ ഒരു 25 to 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇത് സ്കൂളിൽ കുട്ടികൾക്ക് നമുക്ക് ബർഗറൊക്കെ ആയിട്ട് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ക്രീമൊക്കെ ഫില്ല് ചെയ്തിട്ട് ക്രീം ബണ്ണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുക്കി കട്ടർ ഡോ കട്ടറൊന്നും ഇല്ലാണ്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബണ്ണെല്ലാം പല പല ഷേപ്പായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾക്കിപ്പോൾ കഴിക്കാനല്ലേ. അപ്പോൾ നമുക്ക് ബർഗറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.